കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നല്ല കാറ്റുണ്ടായിരുന്നു, കാറ്റും മഴ. അത് സ്റ്റാൻഡൊന്ന് ചെരിഞ്ഞതാണ്. അപ്പുറത്ത് ഒരു ടാങ്ക് ഉള്ളതിൻ്റെ പേരിൽ താഴെ വീണില്ല, ടാങ്കിൽ ചാരി നിന്നു. ഇത് നിവർത്താനിനി ഒറ്റയ്ക്ക് പറ്റില്ല, അതിൽ രണ്ടുപേരും ഉണ്ടെങ്കിലേ ഇത് നിവർത്തി വയ്ക്കാൻ പറ്റുള്ളൂ. തൽക്കാലം വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്നും പ്ലാന്റിൽ നിന്ന് കംപ്ലൈൻ്റ് ഒന്നും പറ്റിയിട്ടില്ല. തൽക്കാലം ഇങ്ങനെ തന്നെ കുറച്ച് നിൽക്കട്ടെ, രണ്ടുപേരും കിട്ടിയിട്ട് സംഘടിപ്പിച്ചിട്ട് വേണ്ടത് നിവർത്തി വയ്ക്കാൻ. ഞാൻ ഷീറ്റ് ഇട്ടുണ്ട്, പെട്ടെന്ന് കാറ്റ് നല്ലോണം പിടിക്കും ഷീറ്റ്. പിന്നെ ഈ താഴേൽ ഇനി സിമെൻറ്റ് ചെയ്ത് പിടിപ്പിക്കണം ഈ കാലുകളൊക്കെ. എല്ലാത്തിൻ്റെയും കാലുകൾ തറയിൽ ഇനി സിമെൻറ്റ് ചെയ്ത് ഒന്നാണ് സ്ട്രോങ്ങിൽ പിടിപ്പിക്കണം, കാറ്റിന് വന്നു കഴിഞ്ഞാൽ മറിയരുത്. അതുകൊണ്ട് ഇനി ഇതിൻ്റെയൊക്കെ കാലുകളിൽ ഇനി നല്ല രീതിയിൽ സിമെൻറ്റ് ചെയ്ത് പിടിപ്പിക്കണം, ഒട്ടും മറിയാത്ത, എത്ര കാറ്റ് വന്നാലും മറിയാത്ത രീതിയിൽ പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് അധികം ഇനി പ്ലാന്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കേണ്ടതാണല്ലോ. പ്ലാന്റ് അധികം വന്നു കഴിഞ്ഞാൽ മറിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇതാണ് സംഭവം. ചട്ടിയുടെ ഒക്കെ ചെരിഞ്ഞ് കിടക്കണം. തൽക്കാലം ഞാൻ പറഞ്ഞ ചട്ടിയൊക്കെ ഇങ്ങനെ കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുക, താഴെ വീണ് കിടക്കായിരുന്നു. ഒത്തിരി കയറ്റി വെച്ച് കയറൊക്കെ വെച്ച് അതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. പക്ഷേ നിവർത്താന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് സാധിക്കില്ല, അതിന് 2-3 പേര് വേണം നിവർത്താനായിട്ട്. അങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെട്ടിയിട്ട് നിവർത്തി വയ്ക്കാം. മൊത്തം ഷീറ്റ് അടിച്ചു, ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് അടിച്ചു. മഴ നിന്നും രക്ഷിക്കാം. ക്ലൈമറ്റൊക്കെ ഇപ്പോൾ ആകെ എപ്പോഴും മഴയാണ്. അപ്പോൾ മഴ പ്ലാന്റിന് വളരെ ദോഷം ചെയ്യും, അസുഖങ്ങൾ വരും, ഫംഗസ്. ഇതുകൊണ്ട് ഇത് പഠിക്കാൻ വേറെ നിവൃത്തിയില്ല. എല്ലാത്തിനും 3 സ്റ്റാൻഡിനും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അത് കാറ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് ഇനി ഉറപ്പിക്കേണ്ടി വരും. നല്ല കാറ്റ് വന്നാൽ ചിലപ്പോൾ ഇത് മറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ കാലൊക്കെ സിമെൻറ്റ് ചെയ്ത് ഉറപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ കാറ്റിൽ ഈ സ്റ്റാൻഡൊന്ന് പതുക്കെ മറിഞ്ഞതായിരുന്നു, അതിന് നേരെ വെച്ചു. അപ്പം ഇനി ഇത് എൻ്റെ കണ്ടീഷൻ വലിച്ച് ഇങ്ങനെ സ്റ്റീൽ സ്ക്രൂ വെച്ച് അടിച്ചിരിക്കുക. 4 സൈഡിലും സെൽഫ് സ്ക്രൂ ഉണ്ടല്ലോ, സ്റ്റീൽ സ്ക്രൂ, അങ്ങനെ വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുക, അങ്ങനെ വലിച്ചടിച്ചിരിക്കുക. മഴ പെയ്യുമ്പോഴേ അതിനെന്താണ് സംഭവിക്കാന്ന് അറിയുള്ളൂ. തൂങ്ങാനുള്ള സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ നിൽക്കാമെന്ന് അറിയില്ല. മോഡൽ അതിന് മഴ പെയ്ത് കഴിയുമ്പോൾ അറിയാം എന്താവും സംഭവം. ഇതിനൊക്കെ ഇതൊക്കെ സ്റ്റാൻഡില്ലാതെ പറഞ്ഞ് പുറത്ത് വെച്ചിരിക്കുക. ഇതിന് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കണത്. ഇതിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താണ്, LD5 ഗ്രാഫ്റ്റ് ചെയ്താണ്. LD5 ഇപ്പോൾ ഇത്ര ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത്ര വന്നിട്ടുണ്ട്. ഇതിന് സ്റ്റാൻഡ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഒരാൾ ഒന്ന് ചോദിച്ച് കൊടുത്ത സ്റ്റാൻഡ് വേറെ പ്ലാന്റ് കൂടി കൊടുത്തതാണ്. പുതിയത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ആൾക്ക് ഉടനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാൻഡും 3 പ്ലാന്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് ഇവിടെ ഇറക്കി വെച്ച് ഇതിനൊരു സ്റ്റാൻഡ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് ആക്കണതിന് S9 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. S9 അത് ഗ്രാഫ്റ്റ് ചെയ്ത് അത് പിടിക്കുന്നുണ്ട്. പുതിയ ബ്രാഞ്ചസ് വന്നോട്ടെ. S9 എന്ന് പറഞ്ഞ വെറൈറ്റി, അതൊരു സീഡ്ലെസ് മുന്തിരിയുടെ ടേസ്റ്റുള്ള വെറൈറ്റിയാണ്, നല്ല വെറൈറ്റി. അത് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താണ്, അതൊക്കെ പിടിക്കുന്നുണ്ട്. ലെമൺ യെല്ലോ ആണ്, അത് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇതിൽ കുറേയൊക്കെ ആദ്യത്തെ കുറേ വെറൈറ്റികളുണ്ട്, അതൊക്കെ കളയാനുള്ള കുറച്ചിനകത്ത്
വെറൈറ്റികൾ വേറെ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. പഴയതൊക്കെ കുറച്ച് മധുരം കുറഞ്ഞതൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി എല്ലാം എൻ്റെ കയ്യിലുള്ളതെല്ലാം സെൽഫ് പോളിനേഷൻ വെറൈറ്റികൾ ആക്കണമെല്ലാം. ഒക്കെ 18 അല്ലെങ്കിൽ 24 ബ്രിഡ്സ് വാല്യുള്ളതാക്കി മാറ്റിയത്. ഇതുപോലത്തെ സ്റ്റാൻഡാണ് ഉണ്ടായിരുന്നു. ഇതേ സ്റ്റാൻഡായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇതിലുണ്ടായിരുന്നു സ്റ്റാൻഡ്, ഇതുപോലത്തെ സ്റ്റാൻഡായിരുന്നു. അത് സ്റ്റാൻഡ് ഒരു പ്ലാന്റ് സെറ്റ് പ്ലാന്റും കൂടി ഒരു പാർട്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതൊക്കെ അത് എടുത്ത് കൊടുത്തു, മറ്റു തിരക്ക് വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടതിന്. ഇത് വേറെ വെറൈറ്റീസാണ്. ഇത് തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. തായ്വാൻ പിങ്ക് നല്ല സ്വീറ്റ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് മോർണിംഗ്, ക്യൂൻ ഓഫ് ദ മോർണിംഗ്. ക്യൂൻ ഓഫ് ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ കുറച്ച് സമയം നിൽക്കും, ഉച്ചവരെയൊക്കെ നിൽക്കും. ഇത് 12 മണിക്കൊക്കെ, രാത്രി 12 മണിക്കൊക്കെ ഇത് വിരിയുള്ളൂ. എന്നിട്ട് നേരം വെളുത്ത് ഒരു ഉച്ചവരെയൊക്കെ നിൽക്കുന്ന പ്ലാന്റാണത്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ വെള്ളയാണ്, പക്ഷെ ടേസ്റ്റുള്ള വെറൈറ്റിയാണെന്ന് പറയുന്നത്. ഇതാണ് ദാഹോപോങ് എന്ന് പറഞ്ഞ വെറൈറ്റി. ദാഹോപോങ് ചൈനയുടെയാണ്. ദാഹോപോങ് 2 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇപ്പോൾ 3 ഉണ്ട് എൻ്റെ അടുത്ത്. ഇതിൻ്റെ 3 വന്നിട്ടുണ്ട്. കുറേ ബിഗ് സൈസാണത്. ദാഹോപോങ് 3 എന്ന് പറയുന്നത് ബിഗ് റെഡ് 3 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി തന്നെയാണ്. ഇപ്പം പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്. അത് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വരുന്നുള്ളൂ, പിടിച്ച് വരുന്നുള്ളൂ. ഇതാണത്. ഇത് ഇവിടെ ഈ സൈഡ് ഓപ്പണാണ്, നല്ലപോലെ കാറ്റ് വരും. ഹൈവേയുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നാഷണൽ ഹൈവേയാണ് പോകുന്നത്. അപ്പോൾ അതിൽ കാറ്റ് ഇവിടെ സൈഡ് ഇവിടെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാറ്റ് വരാനുള്ള, നല്ല കാറ്റ് വരാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇതിന് സിമെൻറ്റ് ചെയ്ത്, കാലുകൾ സിമെൻറ്റ് ചെയ്ത് ഉറപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കാറ്റത്തേക്ക് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഉടനെ തന്നെ ചെയ്യും. അത് സിമെൻറ്റ് ചെയ്യണം. ഇത് LD5 ആണ്. LD5 ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതിന് ഒരു 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഒരു ബ്രാഞ്ച് ഇത്ര നീളമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പുതിയ ബ്രാഞ്ച് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ലേക്ക് ഇറ്റാലിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുതിയ ബ്രാഞ്ച് വന്നിട്ടില്ല. പിടിച്ചിട്ടുണ്ട്, ക്ലിപ്പായിട്ടുണ്ട്. അത് ലേക്ക് ഇറ്റാലിയൻ. ഇത് CM റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതും പുതിയ ബ്രാഞ്ച് വന്നിട്ടില്ല, ക്ലിപ്പായിട്ടുണ്ട് അതിൽ. പിന്നെ ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത് വേറെ, ഇത് ജംബോ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി പിടിച്ചിരിക്കുന്നത്. ഇത് ജംബോ റെഡാണത്. അവിടെ പിടിപ്പിച്ചിരിക്കുന്നത് ജംബോ റെഡ്. ഇത് യെല്ലോ ആണ്, ഇസ്രേലി യെല്ലോ. ഇസ്രേലി യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ഇസ്രേലി യെല്ലോ. അങ്ങനെ ഇതിൻ്റെ മെയിൻ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മലേഷ്യൻ റെഡാണ് കേട്ടോ. മലേഷ്യൻ റെഡ് നമ്മളാണ് പിടിപ്പിച്ചിരിക്കുന്നത്. മലേഷ്യൻ റെഡ് നല്ല ഗ്രോത്തൊക്കെ ഉള്ള വെറൈറ്റി. പക്ഷേ അതിൻ്റെ ഫ്രൂട്ട് അത്ര മധുരമൊന്നുമില്ല. ഫ്രൂട്ട് അത്യാവശ്യം ഒരു 300-350 ഗ്രാം 400 വരുന്നുണ്ട്. പക്ഷെ മധുരം ഒട്ടുമില്ല അതിന്. അന്നേരം കുഴപ്പമില്ല, കഴിക്കണ കുഴപ്പമില്ല. പക്ഷെ അപ്പോൾ അത് ഞാൻ കുറേ വെറൈറ്റീസ്, ഇതെല്ലാം സീറ്റുള്ള വെറൈറ്റികൾ പിടിപ്പിച്ചിരിക്കുന്നത്. ബ്രിക്സ് വാല്യൂ ഒരു 20 ഉള്ള വെറൈറ്റി പിടിപ്പിച്ചിരിക്കണമെന്ന്. ഇതാണ് പുതിയ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയതാണ്. ഇന്നലെ ഉണ്ടാക്കിയതാണ് സ്റ്റാൻഡുകളത്. സ്റ്റാൻഡ് ഉണ്ടാക്കിയതെന്ന് പ്രൈമറൊക്കെ അടിച്ചിട്ടുണ്ട്. മറ്റുള്ള പ്രൈമറൊക്കെ അടിച്ചിട്ടുണ്ട്. 3 സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ സ്റ്റാൻഡിലേക്ക് അതിനെ കയറ്റി വെക്കണം. വേറെ പുറത്തിരിക്കണം. പിന്നെ വേറെ ഒക്കെ നമുക്ക് സ്റ്റാൻഡിലേക്ക് ആക്കാൻ കുറേ ഉണ്ട്, വെക്കാനുള്ളതുണ്ട്. ഇതാണ് ഇത് കുറേ എണ്ണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതിലേക്ക് ഇറ്റാലിയൻ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലെമൺ അല്ല, ഇസ്രേലി യെല്ലോ. ഇസ്രേലി യെല്ലോ. ഇതും ഇസ്രേലി യെല്ലോ വലുതായിട്ടുണ്ട്. ഇതിനൊക്കെ ഈ വേറെ സ്റ്റാൻഡിലേക്ക് ആക്കണം. അതൊക്കെ വലുതായിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാൻഡിലേക്ക് വെക്കാറായി. ഇതിനൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റാൻഡിലേക്ക് ആക്കും. ഇതിൽ കുറേ പുതിയ വെറൈറ്റികളുണ്ടാവുന്നു. ഇത് ബിഗ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിന് ഗ്രോത്ത് വന്നിട്ടില്ല. അതൊക്കെ ഗ്രാഫ്റ്റിംഗ് ഉണ്ടാവും. പുറത്തുനിന്ന് വന്നിട്ടോ, മേടിച്ചതാണ്. ഇത് സോഫ്റ്റ് ബ്രാൻഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സോഫ്റ്റ് ബ്രാൻഡ് നല്ല സ്വീറ്റ് വെറൈറ്റി. സോഫ്റ്റ് ബ്രാൻഡ് അതും ഒരു മുള്ളേ ഉള്ളൂ. നല്ല കോസ്റ്റിയാണത്. അതും പിടിച്ചിട്ടില്ല, വെച്ചിട്ടുള്ളൂ. ഇതുപോലെ കുറേ വെറൈറ്റികളുണ്ട്. വരാനുണ്ട് ഇനി കുറച്ചും കൂടി.
ഇത് എൻ്റെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ റെഡാണ്, പക്ഷെ അത് ക്രോസ് പോളിനേഷനാണ് മെക്സിക്കൻ റെഡ്. അപ്പോൾ അത് വലുതായി വന്ന് പിന്നെ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ട്, ഫ്രൂട്ടൊക്കെ ഇപ്പോഴാകുമ്പോൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായി, പക്ഷേ വളരെ ചെറിയ ഫ്രൂട്ടാണ്. അത് നമ്മൾ പോളിനേഷൻ ചെയ്താൽ നന്നായിട്ട് പോളിനേഷൻ ചെയ്താണ് അത്. അപ്പോൾ ഇത് ക്രോസ് പോളിനേഷനാണ്, സെൽഫ് പോളിനേഷൻ അല്ല. അത് വേറെ ഫ്ലവറിൻ്റെ പോളൻ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഫ്രൂട്ടിന് വലിപ്പം വയ്ക്കുള്ളൂ. ഇത് ചെറിയ 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 ഫ്രൂട്ടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമ്പോൾ ഞാൻ അത് വെറൈറ്റിയൊക്കെ മാറ്റണം. അതുമ്പോൾ വേറെ വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് CM റെഡ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക, സൈഡ് ഗ്രാഫ്റ്റ്. ഇത് ക്ലിപ്പായിട്ടുണ്ട്, പിടിച്ചു വന്നിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഇത് വരണം. ഇത് ഇവിടെ വരണം കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാഞ്ചിൽ വരണം ചെയ്തിട്ടുണ്ട്. അത് ലെമൺ യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിലും ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് 4-10 ചെയ്താണ്. സിയാങ് ലോങ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സിയാങ് ലോങ്. അതുകൊണ്ട് ഇതിൽ ഒരെണ്ണം വേറെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്നുള്ളൂ. അതൊക്കെ അതിൻ്റെ ഗ്രോത്ത് വന്നിട്ട് കാണിച്ചാൽ അത് ഗ്രോത്ത് ആയിട്ടില്ലൊക്കെ പിടിച്ച് വരണുള്ളൂ. ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലാന്റ് കിട്ടുക. ഇത് ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് പ്ലാന്റ് അടക്കം കൊടുക്കുന്നുണ്ട്. ഇത് രണ്ട് ഒന്നും ഇത് ടെറസിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ സൗകര്യത്തിനാണത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് സ്ഥലമില്ലെങ്കിലും ടെറസിൻ്റെ മുകളിൽ 1-2 സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഫ്രൂട്ട് നമുക്ക് ഉണ്ടായി നമുക്ക് കഴിക്കുകയും ചെയ്യാം. അത്യാവശ്യം അവർക്ക് കൊടുക്കുകയും ചെയ്യാം. സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവും. 10-20 കൊല്ലം നിൽക്കുന്ന പ്ലാന്റല്ല, അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റാൻഡൊക്കെ.